ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് ബുക്കിനെ പറ്റിയുള്ളൊരു കുഞ്ഞറിവ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. വേറെ ഒന്നല്ല, നമ്മുടെ ബുക്ക് ഷോപ്പിൽ വരുന്ന പലർക്കുമുള്ള ഒരു ഡൗട്ടാണ് ഈ ബുക്കുമ്മയൊക്കെ 71-ാം പതിപ്പ് അല്ലെങ്കിൽ ഇപ്പോൾ 72-ാം പതിപ്പ് അല്ലെങ്കിൽ 100-ാം പതിപ്പ് എന്നൊക്കെ എഴുതിയിരിക്കുന്നത് എന്താണ്. അത് ഒരു ബുക്കിൻ്റെ തന്നെ 100-ാമത്തെ പാർട്ട് ഇറങ്ങിയതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 69-ാമത്തെ ബുക്കായിരിക്കും അവർ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. 69-ാമത്തെ പതിപ്പ് അവർ ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ 75-ാമത്തെ പതിപ്പ് എന്നൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ ചോദിക്കും ഇത് സെയിം ബുക്കാണോ എന്ന് ചോദിക്കും. അപ്പോൾ ഇതറിയാത്ത കുറേ പേരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നമ്മളിപ്പോൾ ഒരു ബുക്കിൽ ഇപ്പം ഇത് ബഷീറിൻ്റെ ബാല്യകാലസഖിയാണ്. ഇപ്പം ഇതിൽ 71-ാമത്തെ പതിപ്പ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 1-ാം പതിപ്പ് അല്ലെങ്കിൽ 2-ാം പതിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ 1-ാം പതിപ്പിൽ ചിലപ്പോൾ 500 ബുക്കായിരിക്കും ഇറക്കിയിട്ടുണ്ടാവുക. ആ 500 ബുക്ക് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പതിപ്പ് ഇറക്കണ്ടേ. അപ്പോൾ നമ്മൾ 2-ാം പതിപ്പ് എന്ന് പറഞ്ഞിട്ട് അടുത്ത 500 കോപ്പിയോ 1000 കോപ്പിയോ 2000 കോപ്പിയോ ഒക്കെ നമ്മൾ ഇറക്കും. അപ്പോൾ അതുപോലെ 75-ാമത്തെ പതിപ്പ് ഇറക്കി. അപ്പോൾ ഓൾറെഡി 1-ാമത്തെ പതിപ്പിൽ 500, പിന്നെ 500, പിന്നെ 500, ചിലപ്പോൾ പിന്നെ 2000, 1000 അങ്ങനെ വന്ന് ഇപ്പോൾ 75-ാം പതിപ്പിൽ ചിലപ്പോൾ 1,00,000 കോപ്പിയൊക്കെ ഇറക്കിയിട്ടുണ്ടാവും, നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത്രയും ബുക്കുകൾ ഒരു പതിപ്പിൽ ഇറങ്ങിയും അത് വിറ്റ് തീർന്നു കഴിഞ്ഞാൽ അവരടുത്ത പതിപ്പ് ഇറക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സംഭവം. അപ്പോൾ നിങ്ങൾ ആരും ഇങ്ങനെ 100-ാം പതിപ്പ് അല്ലെങ്കിൽ 150-ാം പതിപ്പ് എന്ന് കണ്ട് ആരും പേടിക്കണ്ട കേട്ടോ. ഇതാണ് സംഭവം, സെയിം ബുക്ക് തന്നെയായിരിക്കും. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞറിവ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. നമ്മുടെ കയ്യിൽ ബാല്യകാലസഖി തന്നെ 71-ാമത്തെ പതിപ്പുണ്ട്, 72-ാമത്തെ പതിപ്പുണ്ട്, പക്ഷേ സെയിം ബുക്കാണ്.